യോ ഗായ്സ്, അങ്ങനെ ആലിസ് ഇൻ ബോർഡർലാൻഡ് സീസൺ 3 റിലീസായി. ഞാൻ കുത്തിയിരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ലൊരു സീസൺ, നല്ലൊരു എൻഡിങ്ങും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ബെറ്റർ ദാൻ സ്ക്വിഡ് ഗെയിം എന്ന് പറയാൻ പറ്റും. കാരണം സ്ക്വിഡ് ഗെയിമിൽ എന്താ, എനിക്ക് സ്ക്വിഡ് ഗെയിം സീസൺ 3യും സീസൺ 2വും അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഞാൻ. ബട്ട് ഇത് കുഴപ്പമില്ല, അങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഇതിൻ്റെ ഒരു സ്പിൻ ഓഫ് വരാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ സ്ക്വിഡ് ഗെയിം പോലെ തന്നെ. അതായത് സ്ക്വിഡ് ഗെയിം ലാസ്റ്റിൽ നമ്മൾ കണ്ടുവല്ലോ, ഒരു എന്താ, ഇവിടുത്തെ സ്ക്വിഡ് ഗെയിം മാത്രമല്ല, ഒരുപാട് ഈ ലോകത്ത് പല പല സ്ഥലത്ത് വേറെ വേറെ ഇതുപോലെ ഗെയിംസ് നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. സോ അവർ തന്നെ അനൗൺസ് ചെയ്തു ഇനി സ്ക്വിഡ് ഗെയിം വേറെ അതിൻ്റെ സ്പിൻ ഓഫ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഇതും ഒരു ചാൻസ് കാണുന്നുണ്ട് ഇതിൻ്റെ സ്പിൻ ഓഫ് വരാൻ. ബട്ട് കമ്പയറിങ് വിത്ത് ലാസ്റ്റ് 2 സീസൺ, അതായത് 1ഉം 2ഉം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 3 ഇഷ്ടപ്പെട്ടു. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് സീസണാണ്. കാരണം അതിലുള്ള ആ ഒരു ഗെയിംസിൻ്റെ ആ ഒരു വെറൈറ്റി, ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് വേറെ ഒരു സീസണിൽ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം അത്രമാത്രം ഗെയിംസ് നല്ല എൻഗേജിങ് ആയിരുന്നു കണ്ടിരിക്കുക. ഓരോ പുതിയ പുതിയ ഗെയിം വരുമ്പോൾ അത് അത്ര ലെങ്ത്തും ഇല്ലായിരുന്നു. ഒരു എപ്പിസോഡിലെ ഗെയിം ആ ഒരു എപ്പിസോഡിൽ തന്നെ തീർക്കും, ഇല്ലെങ്കിൽ ഒരു എപ്പിസോഡിൽ തന്നെ 1-2 ഗെയിംസ് കാണിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഗെയിംസ് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വ്യൂവേഴ്സിന് ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള ഗെയിംസ് ആയിരുന്നു ഇത്. ഇത് അങ്ങനെ ഉണ്ടെന്നല്ല, ഇത് പക്ഷെ കുറച്ച് ലാഗ് ആയിരുന്നു. ഒരു 1, 2, 3 എപ്പിസോഡ് ഒരു പൊടിക്ക് ലാഗായിട്ട് തോന്നി. ബട്ട് 4, 5, 6 പെട്ടെന്ന് തന്നെ പോയി. എനിക്ക് തോന്നുന്നു എല്ലാ എപ്പിസോഡും ഏകദേശം ഒരു മണിക്കൂറുണ്ട്. ലാസ്റ്റ് എപ്പിസോഡ് മാത്രമാണ് ഒരു 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് എപ്പിസോഡൊക്കെ ഒരു ഗെയിം കാണിക്കാൻ തന്നെ നല്ല ടൈം എടുത്ത പോലെ തോന്നി, നല്ല ലാഗ് ഉണ്ടായി. ഗെയിം അത്ര ഇൻട്രസ്റ്റിങ്ങും ആയിട്ട് തോന്നിയില്ല. കുഴപ്പമില്ല, കൊള്ളില്ല എന്നല്ല, കുഴപ്പമില്ല, നല്ല ഇതാണ്. മൊത്തത്തിൽ സീസൺ അടിപൊളിയാണ്. ഇതിന് മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അറിയോ, അതായത് നമ്മളെ പഴയ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗെയിം ഓഫ് ത്രോൺസിൽ ഒരു ഇത്ര സീസൺ അവർ എഴുതിയില്ലെങ്കിൽ ഒരു ബുക്കിൽ ഇത്ര എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഡയറക്ടേഴ്സ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത കഥയാണ്. ഇതും സെയിം സാധനമാണ്. സെക്കൻഡ് സീസൺ വരെയാണ് അവർ മാങ്ക ഇറക്കിയിട്ടുള്ളൂ. ബാക്കി ഈ തേർഡ് സീസൺ ഇത് അവർ ക്രിയേറ്റ് ചെയ്തതാണ്. തേർഡ് സീസണിന് വേണ്ടി ഒരു കഥ ഉണ്ടാക്കിയതാണ്. പക്ഷെ അതങ്ങനെയാണെങ്കിലും അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് കൊണ്ട് കളഞ്ഞ ഒരു അടിപൊളി സീരീസ് ആയിരുന്നു ഗെയിം ഓഫ് ത്രോൺസ്. ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സീരീസ് ആയിരുന്നു ഗെയിം ഓഫ് ത്രോൺസ്. ബട്ട് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ കഥ ഭയങ്കര ശോകമായിട്ട് പോവുകയാണ്. ബട്ട് ഇതങ്ങനെയൊന്നുമില്ല. ഇത് ഇവർ ക്രിയേറ്റ് ചെയ്ത കഥയാണെങ്കിലും നല്ല രീതിക്ക് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു എൻഡിങ് ഉണ്ടല്ലോ, സെക്കൻഡ് സീസണിൽ എനിക്ക് ഈ ഒരു ഗെയിം ഇല്ലെങ്കിൽ ഈ ഒരു വേൾഡിൽ അവിടെ ആരാണ് ഏറ്റവും വലിയ, ഇല്ലെങ്കിൽ ആരാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, ആരാണ് എന്താ പറയുക, ഇതിൽ ആൾക്കാർ ഗെയിംസിന് വേണ്ടി ഇടുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു ചെറിയൊരു ആകാംക്ഷ ഉണ്ടായി. ബട്ട് അത് തേർഡ് സീസണിൽ അവർ ക്ലിയർ ചെയ്യുന്നതാണ് വിചാരിച്ചത്. ബട്ട് പ്രോപ്പറായിട്ട് അങ്ങ് കാണിച്ചിട്ടില്ല. എന്നാലും കുറച്ചൊക്കെ അവർ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ VFX ആയിട്ട് പറയാനാണെങ്കിൽ ഗംഭീര VFX ആണ് ഗൈസ്. അത് അടിപൊളി VFX. ഇപ്പോൾ ഈ സീസണിലെ ഫസ്റ്റ് ഗെയിമിൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഒരുപാട് ആരോസ് വരുന്ന ഒരു ടൈപ്പ് ഗെയിമാണ്. അതിലൊക്കെ VFX അടിപൊളി. പിന്നെ നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിൽ ഒരുപാട് VFX എലമെൻസ് ഉണ്ട്. അതൊക്കെ നല്ല ഗംഭീരമായിട്ടും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ക്യാരക്ടേഴ്സിൻ്റെ കാര്യം എടുത്താലും ഇതിൽ നമ്മുടെ മെയിൻ അരിസു എന്ന് പറഞ്ഞ, അതുപോലെ തന്നെ ഉസാഗി എന്ന് പറഞ്ഞ 2 ക്യാരക്ടേഴ്സാണ് പഴയ സീസണിൽ നിന്നും ഇതും സെയിം ആയിട്ടുള്ള. ബാക്കി ഗെയിംസ് കളിക്കാൻ വന്ന എല്ലാവരും പുതിയ ആൾക്കാരാണ്. പുതിയ ആൾക്കാരാണെങ്കിലും നല്ല രീതിയിൽ അവർ അഭിനയിച്ച് തകർത്തുണ്ട്. നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ പഴയ സീസണിലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കണ്ടു നോക്ക്. ഒരു കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, പക്ഷെ കൊള്ളാം. എനിക്ക് ആകെ വിഷമമുള്ള കാര്യം എന്താണെന്ന് പറയുക, ഇതിൽ അധികം റെക്കഗ്നിഷൻ ഇപ്പോഴും ഈ ഒരു സീരീസിന് മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഒരുപാട് പേരും ഇപ്പോൾ ഇത് ഇറങ്ങി സീസൺ 3 റിലീസായത് തന്നെ അറിഞ്ഞിട്ടുള്ള, ഇതിൻ്റെ 1ഉം 2ഉം കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർ സ്ക്വിഡ് ഗെയിം മാത്രം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്ക്വിഡ് ഗെയിം നിങ്ങൾ കണ്ടോ? നല്ല അടിപൊളിയാണ്. അത് കുറച്ചുകൂടെ എന്താ പറയുക, അത് വേറൊരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. അതിൽ ഗെയിംസ് ആകെ എനിക്ക് കോമൺ ആയിട്ട് രണ്ടിലും തോന്നിയത്, കുറേ ഗെയിംസ് ഉണ്ട്, കുറേ ആൾക്കാരെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടിട്ട് ഗെയിംസ് കളിപ്പിക്കുന്നു. അതാണ് ആകെ ഒരു കോമൺ എലമെൻ്റ് എന്ന് പറയാം. ബട്ട് അതിൽ തീം നല്ല വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ സ്ക്വിഡ് ഗെയിം കണ്ട് കഴിഞ്ഞവരാണെങ്കിൽ ഇത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സ്ക്വിഡ് ഗെയിമിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആലിസ് ഇൻ ബോർഡർലാൻഡ് ഞാൻ സീസൺ 3ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അത് സീസൺ 3 കണ്ടിട്ടാണെങ്കിലും അതിൻ്റെ ആ ഒരു എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. സീസൺ 3 അത്ര ബോറാകുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നല്ല രീതിക്ക് അവർ അത് കൊണ്ട് എൻ്റെ എപ്പിസോഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ, ഇത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് പോയി കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും.
കാരണം ഇതൊക്കെ ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട് എല്ലാം മറന്നിട്ട് ആദ്യത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ആദ്യത്തെ സീസൺ തൊട്ട് ഒന്നുകൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കാരണം സാധനം അങ്ങനെ വീണ്ടും എപ്പിസോഡ് ഒരുപാടൊന്നും കാണാറില്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എന്താ പറയുക, ഇത് കുറേ പേർക്ക് അറിയില്ല ഇങ്ങനെ ഒരു സീരീസ് ഉണ്ടെന്ന് തന്നെ അറിയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് സീസൺ തൊട്ട് കണ്ടു നോക്കുക. എന്നിട്ട് തേർഡ് സീസൺ കണ്ടവരുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. സോ നെക്സ്റ്റ് റിവ്യൂ ആയിട്ട് പിന്നെ വരാം. ബൈ.